ഹായ് ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LPUP പരീക്ഷയ്ക്ക് നമുക്ക് ഫിസിക്സ് വിഭാഗത്തിൽ പല ടേംസും പഠിക്കാനായിട്ടൊക്കെ ഉണ്ട്. മിക്കവാറും നമ്മുടെ ടോപ്പിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളുടെ പേരുകൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ നമുക്ക് SCERT ടെക്സ്റ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്സ് പോലും നമുക്കിപ്പം വരുന്ന പരീക്ഷകൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ലെവലൊക്കെ വരുമ്പോൾ. അപ്പോൾ നല്ല രീതിയിലൊരു ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ബലം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനുഷ്യനും മറ്റ് ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പേശി ബലമാണ്, മസ്കുലാർ ഫോഴ്സ് ആണ്. സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ടേംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ കൺഫ്യൂഷൻ തോന്നിയേക്കാം. കൺഫ്യൂഷനൊന്നും വേണ്ട. പേശി ബലം, മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യനും മറ്റ് ജീവികളും എന്ത് ചെയ്യുന്നത്? പ്രവൃത്തി ചെയ്യുന്നത്. കാന്തം പ്രയോഗിക്കുന്ന ബലം, അതെന്തായാലും നമുക്ക് തെറ്റിപ്പോയില്ല. എന്താണ്? കാന്തിക ബലമാണ്, മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ കാന്തികത എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ടോപ്പിക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താണ്? പ്രാധാന്യമുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കുക, കാന്തിക ബലമാണ് കാന്തം പ്രയോഗിക്കുന്ന ബലം. അടുത്തത് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പരീക്ഷണമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലം ഏതാണ്? അപ്പോൾ ഇത് പരീക്ഷണമായിട്ട് കൊടുത്തതായതുകൊണ്ട് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. എന്താണ്? സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ദെൻ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് നമ്മൾ എന്താ പറയുക? ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അടുത്തത് വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെന്ത്? സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ്. നമ്മുടെ മുമ്പിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്, നമ്മൾ പെട്ടി എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാവുന്നു? ഒരു പരസ്പര സമ്പർക്കം ഉണ്ടാവുന്നുണ്ട്. അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതിനെ നമ്മൾ എന്താ പറയുക? സമ്പർക്ക ബലം. എന്നാൽ വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണെങ്കിൽ അതെന്താണ്? സമ്പർക്ക രഹിത ബലം, നോൺ കോണ്ടാക്ട് ഫോഴ്സും. ഇപ്പം നമുക്കറിയാം സണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂണിനെ എർത്ത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? സമ്പർക്കമുണ്ടോ? ഇല്ല. സമ്പർക്കരഹിത ബലമാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അടുത്തത് ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ കർഷണ ബലം. അതായത് എന്താണ്? ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുന്ന സമയത്ത് ആ ഒരു ചലനത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർഷണ ബലം എന്ന് പറയുന്നത്. കർഷണ ബലം തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്